വിളിച്ചതല്ലെന്നേ. Oh, just not for one day he called us. ദൈവത്തിന് നമ്മളെ വിളിച്ചതിന്റെ പിന്നിൽ ഒരു സ്വപ്നമുണ്ട്. Oh, behind the call of God, God has a dream about us. ഈ ലോകത്തിന്റെ കണ്ണുകൊണ്ട് അമേരിക്കയുടെ ആഡംബരമൊക്കെ നമ്മൾ കണ്ട് സന്തോഷിക്കാറുണ്ട്. Oh, we enjoy in the pleasures of America with our external eyes. മറ്റു രാജ്യങ്ങളുടെ നന്മകളൊക്കെ നമ്മൾ ഈ കണ്ണുകൊണ്ടാണ് കാണുന്നത്. Oh, we see the blessings with our external eyes. മാംസ ദൃഷ്ടികൾക്ക് വെളിപ്പെടാത്ത സ്വർഗീയ നന്മകളുണ്ട്. But there are the eyes of the flesh that do not see. There are other blessings in the heavenly places. അകക്കണ്ണങ്ങോട്ട് തുറന്നാൽ പിന്നെ അവൻ കാണുന്നത് അതായിരിക്കും. When a saint's inner eyes are open, that's when he sees them. ഭക്തന്മാരൊക്കെ അങ്ങനെയാണ്. വേദപുസ്തകത്തിൽ തിളങ്ങുന്ന നക്ഷത്രം പോലെ ശോഭിക്കുന്ന ഭക്തന്മാരുടെ കാഴ്ചപ്പാട് നോക്കിയാൽ നമുക്കറിയാം അവരുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചവരായിരുന്നു. When we look at the saints in the Bible, we see that their vision was enlightened because of their inner eyes opened. അടിസ്ഥാനമുള്ള നഗരം ദൂരവേ കണ്ട അബ്രഹാമും സ്വർഗ്ഗത്തോളം എത്തുന്ന കോവേണി കണ്ട യാക്കോബും ഒക്കെ അതിന്റെ പ്രതിനിധികളാണ്. And we can see Abraham as well as Jacob saw this great blessings. അഗ്നിരഥങ്ങളും അഗ്നി അശ്വങ്ങളും കണ്ട ഏലിശായും അരുളിയ ദൈവ തേജസ് കൺകുളിർക്ക കണ്ട മോശയും ഒക്കെ നമുക്ക് മുമ്പിൽ സാക്ഷികളായി നിൽപ്പുണ്ട്. Oh, we see Elisha as well as Moses who are testimonies of this. ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിലിരിക്കുന്ന ദൈവത്തെയും അവിടുത്തെ ആരാധനയുടെ മഹത്വം കണ്ട യെശയ്യാവും കെബാർ നദീതീരത്ത് പ്രവാസത്തിലിരിക്കുമ്പോഴും തുറന്ന സ്വർഗവും ഹല്ലേലൂയ സഞ്ചരിക്കുന്ന അഗ്നിരഥങ്ങളെയും കണ്ട യെസക്കേലും നമുക്കതിന് സാക്ഷ്യം നിൽക്കുന്നു. We can see Isaiah is a witness of the God who's sitting in high and lifted throne, as well as Ezekiel by the river of Chebar. He's seeing the cherubims. ദൈവത്തിന്റെ കയ്യൊപ്പ് കൈരേഖ ഭിത്തിയിൽ തെളിഞ്ഞു വരുമ്പോൾ അത് ഏത് ഭാഷയിലാണെന്നും അതിന്റെ അർത്ഥം എന്താണെന്നും വായിച്ചു വ്യാഖ്യാനിക്കത്തക്കവണ്ണം അകക്കണ്ണ് തുറന്നവനായിരുന്നു ദാനിയേല്. As the letters were writing on the wall, at the same time Daniel had this inner eyes open to understand the meaning of those letters. കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ ഓർപ്പിച്ചു, ദാനിയേലിൽ 1000 മഹത്തുക്കൾ ഇരിക്കുന്ന സദസ്സ് വന്നപ്പോൾ ദാനിയേലിന് മാത്രം കസേരയില്ല. When we see that Daniel was sitting in this big audience, only Daniel did not have a seat. ആ നാട്ടിൽ അന്നത്തെ കാലത്ത് രാജാവ് കഴിഞ്ഞാൽ ഏറ്റവും മഹാൻ ദാനിയേലായിരുന്നു. And during those time, after the king, Daniel was second to the king. 3 ഗവർണർമാരിൽ ഏറ്റവും ഉന്നതനായൊക്കെ നെബൂഖദ്നേസർ വെച്ചതല്ലേ. Nebuchadnezzar had appointed Daniel as the greatest governor. 1000 നോബിൾമെന് കസേരയുണ്ട്, സെലക്ടഡ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ബട്ട് ദാനിയേലിന് മാത്രം കസേര കിട്ടിയില്ല. Oh, thousands of people, noblemen had the seat over there, but Daniel didn't have a seat. എന്താണ് കാരണമെന്ന് ആലോചിച്ച് കുറച്ചു നേരം ഞാൻ ഇരുന്നു. എന്തുകൊണ്ടാണ് ദാനിയേലിന് മാത്രം കത്തയച്ചപ്പോൾ ഇൻവിറ്റേഷൻ ലെറ്റർ കിട്ടിയില്ല? Oh, I was wondering that why did not Daniel get this invitation letter? ദാനിയേൽ മാന്യനല്ലാഞ്ഞിട്ടല്ല, because he was not an honored person, പദവി ഇല്ലാഞ്ഞിട്ടല്ല, because he did not have a position. എന്റെ എളിയ പൊട്ട ബുദ്ധിയിൽ പറയുന്ന കാര്യം പറയുക. Oh, let me say in my limited knowledge. ചെറുപ്രായത്തിൽ പട്ടണത്തിൽ ഒരു ദൂത് ദാനിയേൽ തന്റെ ജീവിതം കൊണ്ട് കൊടുത്തു. In his childhood itself, Daniel had a message to the city at the time. രാജാവ് വെച്ചു വിളമ്പുന്ന വിരുന്നിൽ ഞാൻ എന്റെ തല കാണിക്കയില്ല. Oh, whatever feast the king is going to have, I am not going to be part of that. എത്ര സ്വാദിഷ്ടമായാലും എത്ര രുചികരമാണെങ്കിലും അന്യദേവന്മാരുടെ മുമ്പിൽ ബാബിലോണിയ പാരമ്പര്യത്തിൽ അല്ലെങ്കിൽ വിളങ്ങി നിൽക്കുന്ന സദ്യകളിൽ ഞാൻ തല കാണിക്കത്തില്ല. Oh, no matter how delicious the food is, the feast that is ordered by the king, I will not partake in it. നമുക്കറിയാമല്ലോ, ചരിത്രം വളരെ സുപരിതമാണല്ലോ. Oh, we know the background. ബൈബിൾ ഇങ്ങനെയല്ലേ പറയുന്നത്, he purposed in his heart that I will not stretch my hands towards the delicacies of the king. രാജാവിന്റെ സ്വാദുഭോജനങ്ങൾ വേണ്ട എന്ന് തീരുമാനിച്ചു. Oh, he purposed in his heart that I will not be part of the delicacies of the king. ഒരു ദിവസത്തെ തീരുമാനമല്ലായിരുന്നു. Oh, that was not a decision of one day. പിന്നീട് ഒറ്റ രാജാക്കന്മാർക്കും ധൈര്യമില്ലായിരുന്നു ദാനിയേലിനെ തങ്ങളുടെ മേശയിലേക്ക് വലിച്ചിഴയ്ക്കുവാൻ. Oh, none of the kings had boldness to invite Daniel to their feast. വിശ്വാസത്തിന് വേണ്ടി ഒരു തീരുമാനമെടുത്താൽ, oh, when we take a decision for faith, 4 പേർ അറിയുന്ന തീരുമാനമായിരിക്കണം. oh, let it be proclaimed to other people. അല്ലല്ലേ, അമേരിക്കയിൽ ഒരു തീരുമാനം ഇന്ത്യയിൽ ഒരു തീരുമാനം അല്ലെന്നേ. oh, not one decision America, another decision in India. അത് നെബൂഖദ്നേസർ മാറി ബെൽസസർ വന്നാലും, oh, no matter Belshazzar comes after Nebuchadnezzar, കോരേശിന്റെ കാലത്താണെങ്കിലും, no matter in the king of Cyrus, ഭക്തൻ ഒരു തീരുമാനത്തിൽ ഉറച്ചാൽ അവസാന ശ്വാസം വരെ ഉറച്ചു നിൽക്കണം. oh, saint of God, if you make a decision, you have to be firm till the last breath. അവിടെ രാജാവിന്റെ വിരുന്ന് മേശയിൽ നിന്നെ വിളിക്കത്തില്ല, കാരണം നിന്റെ ഭക്ഷണ രീതി അവർക്കറിയാം. oh, they are not going to invite you to the feast of the king because they know, understand your diet. നമ്മുടെ സംസാര രീതി ലോകം അറിയട്ടെ. oh, let the world understand
understand what we speak. നമ്മുടെ ഡീലിങ്ങുകൾ ലോകം അറിയട്ടെ. Let the world understand our dealings. എല്ലായിടത്തും ചേർന്നു പോകുന്നവനല്ല ഭക്തൻ വേർതിരിക്കപ്പെട്ടവനാണെന്ന് ലോകം തിരിച്ചറിയണം. Let the world understand saint cannot compromise, but he is a child of God. നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും തിരിച്ചറിഞ്ഞവർക്ക് അങ്ങനെ ജീവിക്കാൻ കഴിയോ? Oh, if you understand our election, our calling, we can have such a kind of life. നിറഞ്ഞു പൊങ്ങുന്ന വീഞ്ഞിന്റെ മുമ്പിൽ കണ്ണു മഞ്ചളിച്ചു പോകുന്നവനല്ല ഭക്തനെന്ന് അറിഞ്ഞാണ് അവനെ മാറ്റി നിർത്തിയത്. Hallelujah. He was a saint of God, not going to fall before the wine. എന്നാൽ അവിടെ ഇരിക്കുന്നവർക്ക് ഗ്രഹിക്കാത്ത ആത്മീയ മർമ്മങ്ങൾ വെളിപ്പെട്ടു വരുമ്പോൾ, But when the audience could not understand the mysteries at ആ that time, സദസ്സിൽ ഏറ്റവും മാന്യനായി ദാനിയേലിനെ വിളിച്ചുകൊണ്ട് വന്നു. oh, at that audience, Daniel was brought as an honored person. അതെ, ഇന്ന് പകൽക്കാലം എവിടെങ്കിലും നിങ്ങൾക്ക് അവസരം നിഷേധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, Or if any of the opportunity is denied, ആരെങ്കിലും നിങ്ങളെ മനഃപൂർവ്വം അവഗണിച്ചിട്ടുണ്ടെങ്കിൽ, if anybody has put you down intentionally, അത് നിങ്ങളെ അവഗണിച്ചതല്ല, or it is not putting you നിങ്ങളുടെ down, വിശ്വാസത്തിന് വിലയുണ്ടെന്ന് തിരിച്ചറിഞ്ഞോണം. or understand there is value to your faith, നിങ്ങളുടെ ഉപദേശത്തിന് വിലയുണ്ടെന്ന് അറിയണം. or there is value to your doctrines. എന്നാൽ ആ സദസ്സിലേക്ക് നിങ്ങൾ വരുന്ന ഒരു ദിവസമുണ്ട്. But there is a day when you're going to come to that audience. അതെന്താണെന്നറിയാമോ? You know when it is. ദൈവത്തിന്റെ കൈയെഴുത്തുകൾ വായിക്കുന്ന ഭക്തനായി എന്നെയും നിങ്ങളെ ഉയർത്തുന്ന ഒരു കാലഘട്ടമുണ്ടെന്ന് ആത്മാവിൽ ദൂത് പറഞ്ഞാൽ എത്ര പേർ കർത്താവിന് സ്തോത്രം ചെയ്യും? How many of you understand there is a Hallelujah. day when God is going to reveal the message of the letters to you? ദൈവത്തിന്റെ വക്താവായി ദൈവത്തിന്റെ വചനം പറയുന്നവനായി മാത്രം സദസ്സുകളിലേക്ക് പോകുവാൻ ദൈവം നിങ്ങളെ ആനയിക്കുന്ന കാലഘട്ടമുണ്ട്. Oh, there is a day where it's going to come when you are going to be a spokesperson or a prophet for God in the audiences. കണ്ണ് തുറന്നവരൊക്കെ അതിനുള്ള വെളിപ്പാട് ലഭിക്കുകയുള്ളൂ. Oh, people who have the inner eyes will have such kind of revelations. മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെടുകയും അവിടുത്തെ ആത്മീയ കാഴ്ചകൾ കൺകുളിർക്ക് കാണുവാൻ ജീവനോടെ ഭാഗ്യം ലഭിച്ച പൗലോസൊക്കെ സാക്ഷിയായി നമ്മുടെ ചുറ്റുമുണ്ടല്ലോ. Oh, sir, Paul is a great witness around us who was taken up to the third heaven and saw those revelations. അപ്പോൾ ഉൾക്കാഴ്ച ലഭിച്ചവർക്ക്, ഹൃദയദൃഷ്ടി പ്രകാശിച്ചവർക്ക് അറിയാം എന്നെ എന്തിനാ വിളിച്ചതെന്ന്. Hallelujah. The people who are understanding and enlightened, they know what is the calling. നമുക്ക് നോക്കാം എന്തായിരിക്കാം നമ്മളുടെ വിളിയുടെ പിന്നിലുള്ള ദൈവിക ഉദ്ദേശം. And let us go look into what is the purpose of the call in our ധാരാളം life. കാര്യങ്ങൾ അല്ലെങ്കിൽ പുസ്തകത്തിൽ ഉണ്ടെങ്കിലും ഒരു 6 കാര്യം പറഞ്ഞ് നമുക്ക് ഈ ശുശ്രൂഷ ഇവിടെ അവസാനിപ്പിക്കാം. And I'm going to mention about 6 things. ഒന്ന്, എന്തിനാ ദൈവം നമ്മെ വിളിച്ചത്? And first, why did God call us? യൂദായുടെ ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യം. Jude 1:1. ഇവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: And we read like this. പിതാവായ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടും യേശു ക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്നവരായ വിളിക്കപ്പെട്ടവർക്ക് ഞാൻ എഴുതുന്നു. Jude, the servant of Jesus Christ and brother of James, to them that are sanctified by God the Father and preserved in Christ Jesus are called. നമ്മെ എന്തിനാണ് ദൈവം നമ്മെ വിളിച്ചത്? First, why did God call us? യേശു ക്രിസ്തുവിന് വേണ്ടി യേശു ക്രിസ്തുവിനെ പോലെ ആകുവാനാണ് നമ്മെ വിളിച്ചത്. And for Jesus Christ to be like Jesus. നമ്മുടെ വിളിയുടെ പിന്നിലെ ദൈവോദ്ദേശം ഒന്ന്, യേശുവിനെ പോലെ ആകുവാൻ നമ്മെ വിളിച്ചിരിക്കുന്നു. The first purpose of a call is to be called to be like Jesus. അതിനുവേണ്ടി പിതാവ് തന്റെ സ്നേഹം മുഴുവൻ കൊടുത്താ വിളിച്ചെന്നാ പറയുന്നത്. And where you can see the Father gave all his love and called us. പിതാവായ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടാണ് യേശു ക്രിസ്തുവിന് വേണ്ടി നമ്മെ വിളിച്ചത്. Hallelujah. The Father gave all the love and through Jesus Christ we are called. യേശു ക്രിസ്തുവിന് വേണ്ടി നമ്മെ വിളിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? And we are called for Jesus. What does it mean? അല്ലെങ്കിൽ വേറൊരു വാക്കിൽ നമുക്ക് ഇങ്ങനെ പറയാം: we are preserved for Jesus Christ. യേശു ക്രിസ്തുവിന് വേണ്ടി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നതിന്റെ അർത്ഥം എന്താണ്? And what is the meaning that we are preserved in Jesus Christ? അതറിയണമെങ്കിൽ റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 29-30 വാക്യങ്ങൾ വായിക്കണം. And for that we have to go through Romans 8:29 and 30. റോമർ 8:29-30 വാക്യങ്ങള്. Romans 8:29 and 30. ദൈവം മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ നമ്മെ മുൻ നിയമിച്ചിരിക്കുന്നു. For he did foreknow that he also predestinated to be conformed to the image of his son, that he might be firstborn among the many brethren. ദൈവമക്കളെ നമ്മെ വിളിച്ചത്. Why were we called? യേശുവിന്റെ സ്വന്തം രൂപത്തോട് ഭാവത്തോട് ഏകീഭവിക്കപ്പെടുവാനാ നമ്മെ വിളിച്ചത്. And we are called so that we can be conformed to the image of Jesus Christ. To identify with Jesus in every aspect, in his divine nature, in his walk, in his talk, everything. We need to be like Jesus. We have to be conformed to the divine nature of his walk and talk and everything. ക്രിസ്തുവിനെ പോലെ ആകുവാനാണ് നമ്മെ വിളിച്ചത്, അല്ലെങ്കിൽ അവന്റെ സ്വഭാവത്തോട് ഏകീഭവിക്കപ്പെടുവാൻ. And we are called to be identified with this image of Jesus Christ. അങ്ങനെ വിളിച്ചവരെ എന്ത് ചെയ്തു? And what were they doing? മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു.
And whom he predestinated, he called, and whom he called, justified, and him he justified, he glorified. യേശുവിന്റെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ പകർത്തി യേശുവിനെ പോലെ ജീവിക്കുവാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. And God has called us so that we can impart the life of Jesus in our ഓരോ life. ദിവസവും ഈ വിളി തിരിച്ചറിഞ്ഞു വേണം നാം ഈ മണ്ണിൽ ജീവിക്കുവാൻ. And we have to understand this calling each day as we are living in this earth. ഒറ്റ വാക്കിൽ ഇങ്ങനെ സമ്മറൈസ് ചെയ്ത് പറഞ്ഞാല് And if I summarize it, അവിടുത്തെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടവകാശികളാകുവാൻ നമ്മെ വിളിച്ചിരിക്കുന്നു. we are called so that we can be partakers of the divine nature of ഈ God. മണ്ണിൽ ജീവിക്കുമ്പോൾ യേശുവിന്റെ സ്വഭാവം വെളിപ്പെടുത്തുകയും As we are living in this earth, we can reveal the nature of Jesus. ക്രിസ്തുവിനുള്ള ഭാവം തന്നെ നമ്മൾ കൂടെ പുറത്തു വരികയും Hallelujah. Whatever the image of Jesus Christ come into our ഒടുവിൽ ഈ life, മണ്ണ് വിട്ട് നാം പോകുമ്പോൾ അവന്റെ ശരീരത്തോട് അനുരൂപപ്പെടുകയും ചെയ്യും. as we live this earth, we will be conformed to his body. ഈ വിളി തിരിച്ചറിഞ്ഞ് ഓരോ ദിവസവും ഈ മണ്ണിൽ ജീവിച്ചാൽ നമ്മുടെ ക്രിസ്ത്യ ജീവിതം എത്ര ആനന്ദകരമായിരിക്കും. If we live in this earth in such a manner, how beautiful our life will be on this earth. രണ്ടാമത് നമ്മെ വിളിച്ചിരിക്കുന്നത് And the second reason we are called, 1 കൊരിന്ത്യർ 1:9 വാക്യമാണ്. 1 Corinthians chapter 1 verse Going to 9. be in fellowship with Jesus Christ. ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്കാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. And God has called us to be in fellowship with Jesus Christ. ഇവിടെ പൗലോസ് ഓർപ്പിക്കുന്നു, തന്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. And Paul is reminding us, God is faithful who has called unto the fellowship of Jesus Christ. ദൈവമക്കളെ, ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവുമായി ചേർന്ന് നടക്കുകയാണ്. And being a Christian means that you're walking along with Jesus. ആഴ്ചയിൽ ഒരിക്കൽ പ്രാർത്ഥിക്കുക, പാടുക, ഹല്ലേലൂയ പറയുക, ആവശ്യങ്ങൾ പറയുക എന്നതല്ല ക്രിസ്തീയ ജീവിതം. Hallelujah. Christian life doesn't mean that you one time of a day, week, you pray or sing a song or anything like that. Establishing an unquenchable, unbreakable, solid relation with Christ day by day. ഓരോ ദിവസവും അങ്ങനെ ഒരു കൂട്ടായ്മ ബന്ധത്തിലാണ് നാം നടക്കുന്നത്. You have to have a strong relationship which is unquenchable with Jesus Christ. എങ്ങനെയാണ് കർത്താവുമായുള്ള കൂട്ടായ്മ ബന്ധം നിലനിർത്തുന്നത്? And how can we establish our relationship with Jesus Christ? ആ കൂട്ടായ്മ ബന്ധത്തിൽ കൂടെയാണ് പക്വതയുള്ള ഒരു ആത്മീയ ജീവിതത്തിലേക്ക് നാം എത്തിച്ചേരുന്നത്. And with that kind of relationship, we'll have a godly life. കൊലോസ്യലേഖനം 2:6-7 വാക്യങ്ങളിൽ എങ്ങനെയാണ് ക്രിസ്തുവുമായുള്ള കൂട്ടായ്മ ബന്ധത്തിൽ നാം വളരുന്നത് എന്ന് പറയുന്നുണ്ട്. And in Colossians chapter 2, we can see how we can grow up in this ആകയാൽ നിങ്ങൾ relationship. കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാഗൊണ്ട് ഏറ്റുപറഞ്ഞ് കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടക്കണം. Hallelujah. Just like you have received Jesus Christ, you have to walk with him. 7-ാം വാക്യത്തിൽ ആ കൂട്ടായ്മയിൽ നിങ്ങൾ നടക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന വ്യത്യാസങ്ങൾ. And what are the difference when you are having, we walk with him? ഓരോ ദിവസവും ദൈവിക കൂട്ടായ്മ ബന്ധത്തിൽ നിങ്ങൾ നടക്കുമ്പോൾ നിങ്ങൾ അവനിൽ വേരൂന്നുകയാണ്. You are establishing, grounded and rooted in Christ. Hallelujah. As you are walking with Jesus, you are being rooted and grounded in Jesus. വേരിറങ്ങി എന്ന് പറഞ്ഞാൽ ഇളകി മാറ്റാത്ത, പിഴുതു മാറ്റുവാൻ കഴിയാത്ത ബന്ധത്തിലേക്ക് ഇഴുകിച്ചേർന്നു. Hallelujah. When you are rooted, it means that you are having such a kind of relationship that is not shakeable. അപ്പോൾ തന്നെ ആത്മീക വർദ്ധനവ് ദിനവും പ്രാപിക്കും. At the same time, you are having a spiritual growth. ഓരോ ദിവസം കഴിയുമ്പോഴും പാട്ടിന്റെ മൂർച്ച കൂടും. Hallelujah. Each day your songs are getting newer. പ്രാർത്ഥനയുടെ ശൈലി മാറും. Your prayer style is changing. ആവശ്യങ്ങൾ ആത്മഭാരങ്ങളായി മാറും. Hallelujah. Whatever the needs are turns into burden. ദൈനംദിനം ആത്മാവിലുള്ള വർദ്ധനവ് നമുക്കുണ്ടാകും. And we can see the growth in our life. വിശ്വാസത്തിൽ ഉറയ്ക്കാൻ തുടങ്ങും. വിശ്വാസത്തിൽ ഉറയ്ക്കാൻ തുടങ്ങും. Oh, we will be establishing in the rooted in the faith. അവിടെ ആ മറുപടി ഒന്നുമല്ല നമുക്ക് അവിടെ വിഷയം. Oh, we are not expecting answers രോഗം there. മാറിയാലും രോഗം മാറിയില്ലേലും, Oh, even though sickness goes away or not go. ആഗ്രഹിച്ചതൊക്കെ ഈ മണ്ണിൽ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും Oh, all the desires are fulfilled or not. നമ്മുടെ വിശ്വാസത്തിന് ഇളക്കം തട്ടാതെ മുന്നോട്ട് പോകുവാൻ കഴിയും. Oh, our faith should be unshakable and we should move അതാ forward. ദൈവിക കൂട്ടായ്മ എന്ന് പറയുന്നത്. Oh, that is what is called relationship with Jesus. വേദന വരുമ്പോൾ അല്ലെങ്കിൽ സൗഖ്യം വരുന്ന ഡോക്ടർമാരിലേക്കല്ല നാം കണ്ണുകൾ ഉയർത്തുന്നത്. Oh, when we have pain, we just don't look into doctors. അത് വേണ്ടെന്നല്ലോ പറഞ്ഞത്. I did not say don't go to the doctors. വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. I didn't say not പക്ഷേ go. പെട്ടെന്ന് ഞങ്ങൾ ധ്യാനിക്കുന്നത് ക്രൂശിനെയാ ധ്യാനിക്കുന്നത്. Oh, but quickly I meditate on the cross. അല്ലല്ലേ, ആണിയടിച്ച് കിടക്കുന്ന കൈയിലേക്ക് ഞാൻ നോക്കണം. Oh, I look into the nail-pierced മുൾക്കിരീട hands. ധാരിയായി നിൽക്കുന്ന ക്രിസ്തുവിന്റെ തലയിലേക്ക് നോക്കണം. Oh, look at the head of Jesus who's having a crown of thorns. ക്രിസ്തുവിന്റെ കൂട്ടായ്മ എന്ന് പറഞ്ഞതാണ്. Oh, that is called fellowship with Jesus. അതാ ഫിലിപ്പ് ലേഖനം 3:10 പൗലോസ് പറഞ്ഞു, And Philippians 3:10, Paul is saying, അവന്റെ കഷ്ടങ്ങളുടെ കൂട്ടായ്മ ഞാൻ അനുഭവിക്കാൻ പോകുകയാണ്. oh, I am going to be partakers of the fellowship of his sufferings. യേശുവുമായുള്ള കൂട്ടായ്മക്കാണ് നമ്മളെ വിളിച്ചെന്ന് പറഞ്ഞാൽ, When we say that we are called for the fellowship with Jesus, അവന്റെ കഷ്ടങ്ങളിലെ കൂട്ടായ്മകൾക്ക് നാം പങ്കുള്ളവരായി മാറണം. oh, we should also be partaking in the fellowship of his ആ sufferings. കഷ്ടങ്ങളുടെ കൂട്ടായ്മയിൽ നാം ചേരുമ്പോൾ നാം അറിയും എന്താണ് ക്ഷമ എന്താണെന്ന്.
When we are partakers of his sufferings, we understand what is അല്ലാതെ ഏത് patience. പ്രവാചകൻ നിങ്ങളോട് അല്ലെങ്കിൽ ഉത്സാഹിപ്പിച്ചാലും ക്ഷമ എന്താണെന്ന് പാഠം പഠിക്കത്തില്ല. Oh, nobody can learn a lesson from a prophet without this. പിതാവെ ക്ഷമിക്കണമേ എന്ന് തന്നെ ഉപദ്രവിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന യേശുവിൽ കൂടെ മാത്രമേ ക്ഷമയെന്താ, സഹനമെന്താ, സഹിഷ്ണുത എന്താ എന്ന് നമുക്ക് വെളിവായി വരികയുള്ളൂ. Only through Jesus Christ who said, Father, forgive them, we can learn that what is patience and long suffering. എവിടെ മൗനമായിരിക്കണം, എവിടെ വാ തുറക്കണം എന്നൊക്കെ പഠിക്കുന്നത് ക്രൂശിന്റെ ചുവട്ട് ചെല്ലുമ്പോഴാണ്. When we go to the foot of the cross, only we understand when we need to be quiet or ഇവിടെ when we should ആരൊക്കെ speak. എത്ര സിസ്റ്റമാറ്റിക് വേ ഓഫ് ക്ലാസ് ടീച്ചിങ് നടത്തിയാലും നിങ്ങൾ പഠിക്കത്തില്ല. Or no matter how a systematic class you attend, പക്ഷെ ക്രൂശിന്റെ ചുവട്ട് ചെന്നാൽ but you go to the foot of the cross. ജീവിതം എന്താണെന്നും എന്തിനു ജീവിക്കണമെന്നും പഠിക്കും. You understand what is life and what you should live for. ഏറ്റവും ക്രൂരന്മാരായ രണ്ട് കള്ളന്മാരെ യേശുവിനെ ഇവിടെ ക്രൂശിച്ചേ. And we can see the two wicked thieves were with Jesus Christ crucified. വാക്കും വാക്കും ഒന്നും ശരിയല്ലായിരുന്നു. Oh, their mouth, their talk were not good. ആണി അടിച്ചോ അല്ലെങ്കിൽ കയറുകൊണ്ട് കെട്ടിയോ ക്രൂശിൽ കിടക്കുമ്പോഴും As they were on the cross with the nail അവർ pierced, ഇരുവരും ദൈവപുത്രനെ ദുഷിക്കുന്നവരായിരുന്നു. oh, both of them were accusing Jesus. അതിന്റെ അർത്ഥം എന്താ ദൈവമക്കളെ? What does that mean? ഈ ലോകത്തിന്റെ ഒരു ശിക്ഷാ വിധിക്കും അവർക്ക് മാനസാന്തരം കൊടുക്കാൻ കഴിഞ്ഞില്ല. Oh, none of the punishment in this world can give them a transformation. പലപ്പോഴും ഇങ്ങനെയൊക്കെ ചോദിക്കാറില്ലേ? Many times we ask, പറഞ്ഞു ഞാൻ മടുത്തു. oh, I have spoken so many times now, I'm tired. പറയുന്നത് പിള്ളേരെ കുറിച്ച്. We talk about children. ഇവനോട് പറഞ്ഞു ഞാൻ മടുത്തു. I have told him so many times, now I'm tired. നമ്മുടെ മാതാപിതാക്കളും ഇത് തന്നെ നമ്മളോട് പറഞ്ഞു. Our parents said the same thing to us. പറഞ്ഞു ഞാൻ മടുത്തു. സ്കൂളിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞാൽ നേരെ മരത്തിലോട്ട് പോകുന്ന ജീവികളായിരുന്നല്ലോ നമ്മൾ. Oh, after school we would climb on the trees. എന്തൊക്കെ കുസൃതികളൊക്കെ കാണിച്ചാണ് ഈ പരുവത്തിൽ നമ്മൾ എത്തിയത്. How many naughty things we have done. അപ്പൊ പറഞ്ഞു മടുത്താൽ ഒന്നും നന്നാകാൻ പോകുന്നില്ലെന്നേ. Oh, after telling a lot, they are not going to change. ക്രൂശിലേട്ട് അവനൊന്ന് നോക്കി. Oh, but look to the cross. ക്രൂശിലേക്ക് നോക്കിയെന്നേ. Oh, when you turn the eyes to the അപവാദം cross. പറഞ്ഞുകൊണ്ട് ആദരവും ഹല്ലേലൂയ യേശുവിൽ കുറ്റം ആരോപിക്കുവാൻ തുറന്ന കണ്ണുമൊക്കെ അല്പനേരം നോക്കിക്കൊണ്ടിരുന്നപ്പോൾ, Hallelujah, as this accusing eyes were looking to Jesus. അല്ല, ഒരുത്തൻ ഇപ്പുറത്താണ് കിടക്കുന്നത്, One person on the right, വേറൊരുത്തൻ ഇപ്പുറത്താണ് കിടക്കുന്നത്. another person on the left. എല്ലാവരും കൂടെ പറഞ്ഞ് അവനെ വലത്തുവശത്തെ കള്ളനാക്കി. എവിടെങ്കിലും കിടക്കട്ടെ. Hallelujah, no matter which thief got transformed. അവൻ അപ്പുറത്തോട്ട് മാറി നോക്കി അടുത്തവനോട് സുവിശേഷം പറയാൻ തുടങ്ങി. Hallelujah, he looked at the next thief and started preaching the gospel. നാം ചെയ്തതിന് ശിക്ഷ അനുഭവിക്കുന്നു. Oh, we are having this punishment for our works. നാമോ ന്യായമായി ശിക്ഷ അനുഭവിക്കുന്നു. We are judged correctly. ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. But he has not done a single mistake. ഒരു വ്യക്തിക്ക് മാനസാന്തരം ഉണ്ടാകുന്നത് ക്രൂശിന്റെ ചുവട്ടിലാണ്. A person gets transformed only at the foot of the cross. ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. He has no mistake. പിന്നെയും യേശുവിന്റെ മുഖത്തേക്ക് നോക്കി. Then again he looked at the face of യേശു Jesus. രാജാവാണെന്ന് തിരിച്ചറിഞ്ഞു. He understood Jesus is the king. അവൻ കണ്ടത് അവിടെ വെച്ച മുൾക്കിരീടമല്ല കണ്ടത്. Oh, he did not just see the thorns of കണ്ടത് യഹൂദന്മാർ എഴുതി വെച്ച പീലാത്തോസ് കുത്തിവെച്ച ഹല്ലേലൂയ ഇവൻ ഹല്ലേലൂയ യഹൂദന്മാരുടെ രാജാവെന്ന ലേബലല്ല കണ്ടത്. And he did not see the label king of the Jews. അവൻ കണ്ടത് രാജത്വം പ്രാപിച്ചിറങ്ങി വരുന്ന രാജാതി രാജാവിനെ അവൻ അന്ന് പകൽക്കാലം കണ്ടു. Oh, at that time he was able to see the king who is going to receive the kingdom. ഇനി അടുത്ത നിമിഷം ജീവിക്കാനുള്ള കൊതി അവന്റെ മനസ്സിൽ നിന്ന് മാറിപ്പോയി. Oh, now he has no more desire to live for the next moment. ഈ മണ്ണിലെ മോഹങ്ങൾ അവിടെ അവസാനിച്ചു. Oh, he finished the lust of this earth in this ഇനി earth. എനിക്കൊരു ജീവിതമുണ്ടെങ്കിൽ, If I have one more life, ക്രൂശിക്കപ്പെട്ടവനെ പോലൊരു ജീവിതം മതി. I need a life just like the crucified ഈ one. രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണമേ എന്ന് പറഞ്ഞു. Oh, when you are in the paradise, remember me, he turned. വിശുദ്ധ തിരുവെഴുത്ത് വെളിപ്പെടുത്തുന്ന ഏറ്റവും ശക്തമായ പ്രാർത്ഥനയത്. Oh, that is the most powerful prayer in the Bible. അതിലും വലിയൊരു പ്രാർത്ഥനയില്ലെന്നേ. Oh, there is no greater prayer than that. ഒരു സെക്കൻഡ് കൊണ്ട്, In 1 second, ഒരു സെക്കൻഡ് കൊണ്ട് within 1 second. കൊടും പാപി പരദീസയിൽ ഇരിക്കുന്ന ആത്മീയ വെളിപ്പാട് അന്ന് പകൽ നടന്നില്ലേ? Oh, the horrible sinner now sitting in this paradise, the greatest revelation. ഇന്ന് പകൽ എത്ര പേർക്ക് അങ്ങനെ പറയാൻ പറ്റും? How many of you can say that? ഒരു സമർപ്പണത്തിന്റെ പ്രാർത്ഥനയില്, Oh, a prayer of ഒരു dedication. തുള്ളി കണ്ണുനീർ ഇന്ന് പകൽ ഇവിടെ വീണാല്, Oh, if you shed a tear. അധമപാതാളത്തിൽ നിന്ന് സ്വർഗ പരദീസയിലേക്ക് എന്നെ ഉയർത്തുന്ന ദൈവകൃപയുടെ അളവറ്റ വലുപ്പം ഞാൻ ക്രൂശിൽ കാണുന്നു. I see the great grace that can lift me up from the hell to this paradise. അതെ, അവന്റെ കഷ്ടങ്ങളുടെ കൂട്ടായ്മയിലേക്ക് നാം അടുത്തു വരണം. Oh, we need to come near to the fellowship of his sufferings. ഹല്ലേലൂയ. റോമാലേഖനം 6:3-4 വാക്യങ്ങള്. Romans 6:3-4. യേശുക്രിസ്തുവിന്റെ മരണത്തിൽ പങ്കാളികളായി തീരുന്ന കൂട്ടായ്മയാണ് സ്നാനം എന്ന് പറയുന്നത്. Hallelujah. Baptized with the death of Jesus Christ, that is called fellowship. ഇവിടെ വന്ന് കൈയടിച്ചും പാട്ട് പാടിയിട്ടും അല്ലെങ്കിൽ ഈ പ്രസംഗം ആവേശത്തോടെ കേട്ടിട്ട് അല്ലെങ്കിൽ ഈ നല്ല പ്രസംഗമായിരുന്നു പാസ്റ്റർ എന്ന് യൂട്യൂബിന്റെ താഴെ കമന്റ് ഇട്ടിട്ട് കാര്യമൊന്നുമില്ല. Hallelujah. After hearing this message, you are appreciating the message and putting comments. There is no
benefit out of that. ബാക്കി മെസ്സേജുകളൊക്കെ എവിടെ കേൾക്കാം? ലിങ്ക് അയച്ചു തരാമെന്ന് കമന്റ് അയച്ചിട്ടും കാര്യമൊന്നുമില്ല. Hallelujah. No matter you say that, oh, send me the links and all that kind of stuff. എല്ലാം ഞങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. താങ്ക് യു ഫോർ യുവർ കോപ്പറേഷൻ. താങ്ക് യു ഫോർ വാച്ചിങ് us. Hallelujah. Thank you for all your cooperation. എന്നാൽ യേശുവിന്റെ മരണത്തോട് പങ്കാളിയായി തീരണമെങ്കിൽ, But if you had to be a fellowship of the death of അവനോട് Jesus, അടക്കപ്പെടണമെങ്കിൽ, and if you had to bury with him, പഴയ മനുഷ്യനെ കുഴിച്ചിടണമെങ്കിൽ, and if you bury the old ഇന്ന് man, പകൽക്കാലം സത്യവചനം അനുസരിച്ചു എന്ന തെളിവായിട്ട് and as a respect to this obedience to the word of God, വിശ്വാസത്താലുള്ള സ്നാനം ജലത്തിൽ സ്വീകരിച്ചേ മതിയാകൂ. oh, you have to go into the waters and believers ഏത് baptism. പ്രായത്തിലാണെങ്കിലും, No matter what your age is, ഏത് no പാരമ്പര്യത്തിലാണെങ്കിലും, matter what your tradition is, ഇന്ന് പകൽക്കാലം യേശുവിനെ കൈക്കൊണ്ടവർ, യേശുവിനെ ഏറ്റുപറഞ്ഞവർ അവന്റെ മരണത്തോടെ ഏകീഭവിക്കപ്പെടണം. hallelujah, if you have received Jesus Christ, you have to be partakers in his sufferings. ഇന്ന് പകൽക്കാലം ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും Or anyone listening to this ലോകത്തിന്റെ word, ഏതെങ്കിലും കോണിൽ മുറിക്കകത്തിരുന്നു കൊണ്ട് ഞങ്ങളുടെ വചനം ശ്രമിക്കുന്നുവെങ്കിൽ, as you are sitting in a room and listening to this word, ദൈവസഭയുടെ ദൗത്യമായ സുവിശേഷത്തിന്റെ സത്യം ഞങ്ങൾ പറയുന്നു. oh, we are proclaiming the truth of this gospel. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. Hallelujah. People who are accepted Jesus Christ as baptized shall be saved. ഹല്ലേലൂയ. പാരമ്പര്യത്തിൽ പിറന്ന പൗലോസിന് സ്നാനപ്പെടാമെങ്കിൽ, If Paul, who was born in tradition, was baptized, എഫെസോസ് സഭയിലെ ഹല്ലേലൂയ മിടുക്കന്മാരായ 12 പേർക്ക് സ്നാനം ബോധ്യം വന്നപ്പോൾ സ്നാന ജലത്തിലേക്ക് ഇറങ്ങാമെങ്കിൽ, 12 smart people in the church of Ephesus, when they understood baptism, they ഏത് went in. സമുദായത്തിന്റെ പാരമ്പര്യം പറയുന്നവനും ഇന്ന് പകൽക്കാലം വിശ്വാസ സ്നാനത്തിനായി ഇറങ്ങി പുറപ്പെടാമെന്ന് സുവിശേഷത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. No matter whatever your Hallelujah. denomination or tradition is, the gospel says, go into believers' baptism. യേശുവിന്റെ മരണ പുനരുത്ഥാനത്തോടെ ഏകീഭവിക്കപ്പെടുന്ന ശുശ്രൂഷയാണ്, ആ കൂട്ടായ്മയാണ് സ്നാനം എന്ന് പറയുന്നത്. And baptism is a sign of being partakers in the sufferings of Jesus Christ. ഇതിനു വേണ്ടിയാണ് ഈ കൂട്ടായ്മയിലേക്ക് നടക്കുവാനാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. And Jesus has invited us to be part of this fellowship. മരിച്ചവരായി അടക്കപ്പെട്ട് ഹല്ലേലൂയ ഉയർത്തെഴുന്നേറ്റ് ജീവന്റെ പുതുക്കത്തിൽ നടക്കുന്ന കൂട്ടായ്മ. Hallelujah. This is a fellowship where you walk in the newness of life. മൂന്നാമത് എന്തിനാണ് നമ്മെ കർത്താവ് വിളിച്ചത്? And third, why did Lord call us? ഗലാത്യർ 5-ാം അധ്യായം അതിന്റെ 13-ാമത് വാക്യം. Galatians 5:13. We are called to freedom. സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. We are called to freedom. സഹോദരന്മാരെ, നിങ്ങൾ സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയണം. Brethren, you need to know that you're called to liberty. പക്ഷേ ഈ സ്വാതന്ത്ര്യം ജഡത്തിന്റെ മോഹങ്ങളെ നിവർത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കരുതെന്ന് മാത്രം. Just make sure that you're not using this liberty for desiring the lust of പിതാവായ the flesh. ദൈവം നമ്മെ പുത്രനായി വിളിക്കുമ്പോൾ നമ്മുടെ വിളിക്കകത്ത് ഒരു സ്വാതന്ത്ര്യമുണ്ട്. There is a freedom in our calling. നമ്മുടെ സ്വാതന്ത്ര്യമുണ്ട്. When the Lord called us, there is a freedom in our calling. യേശു തന്റെ ഐഹിക ജീവിതകാലത്ത് ശിഷ്യന്മാരോട് ഇങ്ങനെ പറഞ്ഞല്ലോ, And Jesus during his life on this earth said to his നിങ്ങൾ disciples, നിങ്ങൾക്കെതിരെയുള്ള ഓപ്പോസിറ്റ് ഉള്ള ആ ഗ്രാമത്തിലേക്ക് ഒന്ന് പോയാട്ടെ. oh, go to this village opposite to you. അവിടെ ചെല്ലുമ്പോൾ ഒരു കഴുതയും കുട്ടിയും കാണാം. Oh, when you see over there, you see a donkey and a നിങ്ങൾ colt. അതിനെ അടിച്ചുകൊണ്ട് വരണം. Oh, untie and bring it. അവർ ചോദിക്കും, തീർച്ചയായിട്ടും ചോദിക്കും. കാരണം വല്ലവന്റെ പറമ്പിൽ കയറി കഴുതി കഴിച്ച ആൾക്കാർ ചോദിക്കത്തില്ലേ? And yeah, when you untie, they will ask you, what is the reason? അപ്പൊ ചോദിക്കുമ്പോൾ നിങ്ങൾക്കൊരു ഉത്തരം ഉണ്ടായിരിക്കണം. But when you answer, you have to say this. തല്ലികൊള്ളു. അതുകൊണ്ടാണ് സുവിശേഷത്തിന് പറയുന്നതിനൊക്കെ പ്രത്യേകമായ രീതിയുണ്ട്. അധികാരത്തോടെ വേണം പറയാൻ വചനം. When you say this, say with authority. അതുകൊണ്ടല്ലേ നിങ്ങൾ എന്ന് അടിക്കുമ്പോൾ അവർ ചോദിക്കും, എന്തിനെ അടിക്കുന്നത്? When you untie the donkey, they will ask, what is the reason? അപ്പൊ പറയണം, കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ടെന്ന്. And at the same time, Lord needs this ഒരു donkey. കാര്യം അവിടെ വെളിപ്പെട്ട് വരണം. One thing should be revealed. കഴുതയുടെ ഉടമസ്ഥന് കർത്താവ് ആരാന്ന് അറിയാമായിരുന്നു. And the Lord knows who is the master of the donkey. കാരണം യേശുവിനെ അറിയാവുന്നവനായതുകൊണ്ടല്ലേ കഴുതയെ അഴിച്ചപ്പോൾ അത് പറഞ്ഞ വിട്ടുകൊടുത്തത്. Because he knew Jesus, that's why he untied the donkey when the disciples asked. യേശു പറഞ്ഞു, നിങ്ങൾ 12 പേരല്ല, ഈ കൂട്ടത്തിൽ പെടാത്ത അനേക ആളുകൾ എനിക്കുണ്ടെന്ന്. And that's why Jesus said, not only I had 12, there are many more. 13 പേർക്ക് ഭക്ഷണം ഒരുക്കി വെക്കാൻ വേണ്ടി അല്ലല്ല ഒരു മാളിക മുറിയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ വിരിച്ചൊരുക്കിയ മാളിക മുറി കാണണമെങ്കിൽ യേശുവിനെ അറിയുന്ന എത്രയോ പേര് പുറത്തുണ്ടായിരുന്നു. Hallelujah. If there was people in this Passover room, in the room, upper room, how much more there were outside? വഴി തെറ്റാതിരിക്കാൻ വേണ്ടി മാത്രമാണ് കുടം ചുമന്നു പോകുന്നവന്റെ പുറകെ പോകാൻ പറഞ്ഞത്. Only to know the journey, they say that follow the person carrying the water pot. വിരുന്നൊരുക്കാൻ വേണ്ടി നേരത്തെ യേശു ടെക്സ്റ്റ് ഒക്കെ അയച്ചായിരുന്നു. ഇവർ വരുന്നുണ്ട്, ഞങ്ങൾക്ക് ഇവിടെ വിരുന്നൊരുക്കി വെച്ചേക്കണം. The Lord had already sent out a text that there is a feast going to happen. ഈ കഴുതയെ അടിക്കാൻ വന്നവൻ ഉടമസ്ഥനോട് നേരത്തെ പറഞ്ഞു കാണും. Hallelujah. Even that master of the donkey was also told earlier.
നമ്മുടെ വിഷയം ഇതാണ്. But this is our topic. ഈ കഴുതയെ അഴിക്കുവാൻ പറയുമ്പോൾ കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട്. Hallelujah. When the donkey is asked to untie, the Lord needs the donkey. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. This is called freedom. വല്ലവരുടെയും പറമ്പിൽ കെട്ടപ്പെട്ടവരായ നാമായിരുന്നു. Oh, we were tied in somebody else's bondage. പാപത്തിന്റെ പാശം കൊണ്ട്, മരണത്തിന്റെ പാശം കൊണ്ടാണ് നമ്മളെ കെട്ടിയത്. Oh, we were tied with the things of sins as well as death. മറ്റൊരാളായിരുന്നു. Oh, our master was someone else. എന്നാൽ ഉടയവൻ പറഞ്ഞു ഇവനെ എനിക്ക് ആവശ്യമുണ്ടെന്ന്. But the master said, I need him. 1977 നവംബർ മാസം 7-ാം തീയതി, ഇന്ന് 7-ാം തീയതിയാണ് രക്ഷിക്കപ്പെട്ടിട്ട് ഹല്ലേലൂയ ഇന്ന് ഏകദേശം 42 വർഷമാകുവാൻ ദൈവം കൃപ തന്നു. For 42 years I have been saved. I was saved on number 7, 1979. കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട്. The Lord needs him. ഓരോരുത്തരെ നോക്കി ദൈവം ഓരോ ദിവസം പറഞ്ഞു. Oh, the Lord is looking at each one and saying, അഴിച്ചു വിടുവീൻ. untie. അന്ന് എന്റെ പാപത്തിന്റെ കെട്ടഴിഞ്ഞു. At that day my sin, the bondage of sin was untied. സ്വാതന്ത്ര്യത്തിലേക്ക്, oh, to freedom. ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് നടന്നിറങ്ങുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നു. Oh, we were able to walk into a freedom. യോഹന്നാൻ 8:32. John 8:32. ഏതൊക്കെ തരത്തിലുള്ള സ്വാതന്ത്ര്യത്തിലേക്കാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്? What kind of freedom we have been called into? ഒന്നാമത്തെ സ്വാതന്ത്ര്യം ഫ്രീഡം ബൈ നോയിങ് ദ ട്രൂത്ത്. സത്യം അറിഞ്ഞതിനാൽ ലഭിക്കുന്ന സ്വാതന്ത്ര്യം. And first is the freedom by knowing the truth. സത്യം അറിയുകയും ആ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. You shall know the truth and the truth shall make you free. എന്താ ദൈവമക്കളെ ഈ സത്യം? What is the truth? ഏക സത്യ ദൈവമായ ദൈവത്തെ കുറിച്ച് ഒരു വെളിപ്പാട് അകത്തോട്ട് കയറി. Hallelujah. You have a revelation about the one true God. അപ്പോൾ നമുക്കൊരു സ്വാതന്ത്ര്യം കിട്ടി. Then we have a freedom. മനസ്സിലാവുന്ന ഭാഷയെ പറയാം. Let me explain. എനിക്കൊരു ദൈവം ഉണ്ടെന്നുള്ള വെളിപ്പാടാ സ്വാതന്ത്ര്യം. And having as a freedom because you know that you have a God. കൂട്ടത്തിലില്ലെങ്കിലും എനിക്കൊരു ദൈവമുണ്ട്. Oh, though no one is with me, there is a God with me. അറിയുന്നതാണ് സ്വാതന്ത്ര്യം. Oh, trying having understand that is freedom. എത്ര പേർക്ക് ഈ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പറ്റുന്നുണ്ട്? Oh, how many have experienced it? എത്ര പേര് കൂട്ടത്തിൽ നിൽക്കുന്നുണ്ട്? How many of you are together? എത്ര പേര് എനിക്ക് വേണ്ടി കൈവക്കും? How many of you are going to raise my hands for me? എത്ര പേര് എന്നെ അറ്റസ്റ്റ് ചെയ്യും? അതൊന്നുമല്ല എന്റെ വിഷയം. Oh, I'm not worried how many എനിക്കൊരു support. ദൈവമുണ്ട് സ്വർഗ്ഗത്തിൽ. Oh, there is a God for me in heaven. എനിക്കൊരു ദൈവമുണ്ടെന്ന തിരിച്ചറിവാണ് സ്വാതന്ത്ര്യം. Hallelujah, having an understanding there's a God for me, that is called freedom. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്കൊരു ദൈവമുണ്ട്. Oh, there is a God for me. ഉറക്കെ പറയേണ്ടവർക്ക് ഉറക്കെ പറയും. ഇവിടെ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. Oh, if you want to speak loud, speak up. എനിക്കൊരു ദൈവമുണ്ട്. I have a God. എനിക്കൊരു ദൈവമുണ്ട്. I have a God. അതരം ഉയർത്തി പറഞ്ഞാട്ടെ. Oh, speak louder. എനിക്കൊരു ദൈവമുണ്ട്. I have a God. ഞങ്ങൾക്കൊരു ദൈവമുണ്ട്. ഞങ്ങൾക്കൊരു ദൈവമുണ്ട്. പ്രാർത്ഥന കേൾക്കുന്ന, സൗഖ്യമാക്കുന്ന, ഞങ്ങളെ നടത്തുന്ന, ഞങ്ങളെ ഉറപ്പിക്കുന്ന, ഞങ്ങളെ ഉയർത്തുന്ന, ഞങ്ങളെ വഴി നടത്തുന്ന, വേണ്ടതെല്ലാം തരുന്ന, ഞങ്ങളെ മാനിക്കുന്ന ഒരു ദൈവം ഞങ്ങൾക്കുണ്ട്. Hallelujah, I have a God who listens to our prayer, who heals us, who does everything, and everything that I need in my life, there is a God. ഈ സത്യം തിരിച്ചറിയുന്നത് ഒരു സ്വാതന്ത്ര്യമാണ്. Oh, when you come to this understanding, that is freedom. യോഹന്നാൻ 8:36. John 8:36. എന്താണ് നമ്മുടെ സ്വാതന്ത്ര്യം? What is our freedom? ഫ്രീഡം ത്രൂ ജീസസ് ക്രൈസ്റ്റ്. യേശുക്രിസ്തു മുഖാന്തരം ലഭിച്ച സ്വാതന്ത്ര്യം. Oh, freedom through Jesus Christ. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാണ്. If the Son frees you, then you are truly free. എന്ത് സ്വാതന്ത്ര്യമാണ് യേശു മുഖാന്തരം നമുക്ക് ലഭിച്ചത്? അറിയാവുന്ന കാര്യങ്ങൾ ആവർത്തിച്ചേ ഒക്കത്തുള്ളൂ. What kind of things God Jesus Christ freed us from? പാപത്തിന്റെ അടിമ നുകമായിരുന്നു നമ്മുടെ ചുമലിൽ ഉണ്ടായിരുന്നത്. Oh, we had the bondage of sin upon us. ഒരു കാള ഹല്ലേലൂയ നുകം തോളിൽ വെച്ച് വയലിൽ ഉഴുന്നത് പോലെ പാപത്തിന്റെ ദാസന്മാരായി മേഞ്ഞു നടന്നവരായിരുന്നു. Oh, we were slaves of sin, just like the ox had the yoke upon its shoulders. ആരാ നമ്മളെ മേയിച്ചുകൊണ്ടിരുന്നത്? Oh, who was the one who was mastering over us? പറയുന്നു മൃത്യു അവരെ മേയിച്ചുകൊണ്ടിരുന്നു. It was death that was mastering over them. മരണത്താൽ മേയിക്കപ്പെട്ട് നയിക്കപ്പെട്ട് പാപത്തിന്റെ നുകം ചുമന്ന ഒരു ജീവിതമായിരുന്നു നമ്മുടേത്. Oh, we were being guided by the death and be led by the sin. റോമർ 8:2 വാക്യമാണല്ലോ നാം വായിക്കുന്നത് ഇപ്പോൾ. Romans 8:2. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം വരുത്തി. For the law of the Spirit of life in Christ Jesus made me free from the law of sin and death. യേശു മുഖാന്തരം എനിക്ക് ലഭിച്ച സ്വാതന്ത്ര്യം, And through Jesus Christ the freedom I have, തോളിലുണ്ടായിരുന്ന പാപത്തിന്റെ നുകം, and the yoke of sin which was upon my shoulder. പാപത്തിന്റെ ദാസൻ എന്ന മേലെഴുത്ത് മാറിക്കിട്ടി. Oh, the writing upon my head which is the slave of sin, that was removed. മേയിച്ചുകൊണ്ടിരുന്നതും മൃത്യുവായിരുന്നു, മരണമായിരുന്നു. And the second thing that was guiding me was death. ഏത് മരണമാത്? What kind of death? പാപത്തിന്റെ ശമ്പളമായ മരണം. Oh, that was the wages of sin. പാപം ചെയ്യുന്ന ദേഹി മരിക്കുമെന്നുള്ള ദൈവിക ന്യായവിധിയുടെ മരണം. Oh, the sentence that the person who commits sin will die, that is death. ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്ക് ലഭിക്കാതെയുള്ള
ഹല്ലേലൂയ ഭീകരതയുടെ മരണം. Oh, this I'll not be part of the first resurrection. That kind of fear. യേശുക്രിസ്തുവിന്റെ ന്യായപ്രമാണം ജീവന്റെ പ്രമാണം Oh, but the law of Jesus Christ, എനിക്ക് വേണ്ടി വെളിപ്പെട്ടു വന്നപ്പോൾ when it was revealed to me. എബ്രായലേഖനം 2-ാം അധ്യായം Hebrews chapter 2, 14-15 വാക്യങ്ങള്. verse 14 and 15. എബ്രായർ 2:14-15. Hebrews 2, 14, മക്കൾ 15. ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിലായിരുന്നവരെയൊക്കെയും വിടുവിച്ചു. Children are partakers of Hallelujah. the flesh of blood. He himself took part of the same, that through the death he might destroy him. That is the power of death, that is the devil. നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യം മരണഭീതിയിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ് യേശുക്രിസ്തുവിൽ കൂടി. The freedom that we have received is a freedom that was removed the death through Jesus Christ. വാക്കി പറഞ്ഞാൽ നിത്യജീവനിലേക്കുള്ള പ്രവേശനം ഹല്ലേലൂയ ധാരാളമായി ലഭിച്ചു, ധാരാളമായി. Or in other words, we got an entrance into the eternal life, an abundant eternal life. സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് വിളിച്ചിരിക്കുന്നത്. And God has called us for that freedom. അടുത്ത സ്വാതന്ത്ര്യം എന്താണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്? And what is the next freedom? 2 കൊരിന്ത്യർ 3:17 വാക്യം. And 2 Corinthians 3:17. കർത്താവ് ആത്മാവാകുന്നു. And the Lord is Spirit. കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. And where the Spirit of the Lord is, there is liberty. ദൈവമക്കളെ കൃപയുടെ വിശാലതയിലാണ് നാം ഇന്ന് രാവിലെ ഇരിക്കുന്നത്. Children of God, we are sitting in the abundance of grace. കോവിഡിന്റെ വ്യാപന നിമിത്തം ഈ മാസ്ക് വെക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. And because of COVID, we are having mask. എന്തെങ്കിലും കാലത്ത് കോവിഡ് നിമിത്തം കൈ കെട്ടിക്കൊള്ളുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് അനുസരിക്കാം. And because of COVID, somebody says, put your hands together, we can obey that too. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കൈ കൊടുക്കരുതെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ശരിയല്ലേ? And the only thing that is forbidden now is don't shake the hands. കൈയും കൂടെ കെട്ടിക്കൊണ്ട് വരണമെന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. They have not told അപ്പൊ us നമുക്കൊരു that. സ്വാതന്ത്ര്യമുണ്ട്, കൈയടിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. That means that we can clap our hands. സോഷ്യൽ ഡിസ്റ്റൻസ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. They only said social distancing. എഴുന്നേക്കരുതോ ഇരിക്കരുതോ ഒന്നും പറഞ്ഞിട്ടില്ല. They did not say do not അപ്പൊ stand. എഴുന്നേറ്റ് നിൽക്കാനും അല്ലെങ്കിൽ കൈയടിക്കാനും തുള്ളാനും നൃത്തം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഇവിടെ ഉണ്ട്. We have the freedom to stand up, dance, and sing or anything. അതുകൊണ്ട് ദൈവസഭയ്ക്കകത്ത് വരുമ്പോൾ സ്വാതന്ത്ര്യത്തോടെ ദൈവത്തെ ആരാധിക്കണം. Therefore, when you come into the sanctuary, worship Him with the freedom. ആത്മാവിന്റെ സ്വാതന്ത്ര്യം നമ്മൾ ഇവിടെ അനുഭവിക്കണം. Oh, we should experience the freedom in the Spirit. കാരണം പെട്ടകത്തിന്റെ അളവ് നിശ്ചയിക്കുന്നത് നോഹയല്ല, ദൈവം തീരുമാനിക്കുന്നത്. Because it is the Lord who determines what is the measurement of the ark, not Noah. ദൈവമക്കൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന്റെ അളവ് പാസ്റ്റർ അല്ല തീരുമാനിക്കുന്നത്. And how much people should praise God, it is not pastor who determines it. സഭയിലെ കമ്മിറ്റി അല്ല അത് തീരുമാനിക്കുന്നത്. That is not decided by the committee. ജീവന്റെ പ്രമാണം നമ്മോട് പറയുന്നു. The law of the Spirit of life tells us. ഇന്ന് പകൽക്കാലം നാം എങ്ങനെ ദൈവത്തെ ആരാധിക്കണം? How should we worship God? തകർത്ത ഇടിമുഴക്കം പോലെ, അത് സ്വർഗത്തിന്റെ മിനിമം സ്റ്റാൻഡേർഡാ. Minimum standard of heaven is like a thundering applause. മിനിമം, ഞാൻ ഈ മൈക്കിന്റെ ഒച്ച കൂട്ടുന്ന കാര്യമല്ല ഈ പറയുന്നത്. I'm not talking about turning up the mic volume. മിനിമം സ്റ്റാൻഡേർഡ് തകർത്ത ഇടിമുഴക്കം പോലെ. Oh, like the sounds of the thunder. പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ. Like sounds of the roaring water. സൗണ്ട്സ് ഓഫ് തണ്ടേഴ്സ്. ഒക്കലോമ ഈ തണ്ടർ ആണോ? അല്ലല്ലോ, വേറെ എന്തോ ഉള്ളത്. ടെക്സസിലാണോ? ആണോ? കൗബോയ്സ് തണ്ടർ ഇവിടെ തന്നെയാണോ? Thunder is here, yeah. Yes. Right? Yes. എന്നാ പിന്നെ നമുക്ക് അതുപോലെ അങ്ങ് ശബ്ദം ഉണ്ടാക്കണം. ഞാൻ എന്താ പറയുന്നത് മനസ്സിലായെന്ന് അറിയത്തില്ല. Okay. We should make noise as a thunder, like a Oklahoma Thunder team. Right. You are right. ഈ അതിന് മിനിമം അത്രയും ഒച്ചയെങ്കിലും ഉണ്ടാക്കണ്ടേ? Oh, minimum, at least you have to have that kind of shout. എനിക്ക് ഈ സാധനം എന്താന്നേ അറിയത്തില്ല. I don't know what this is. എനിക്ക് ആകെ അറിയാവുന്ന ക്രിക്കറ്റ് ആയിരുന്നു. അത് എന്റെ പിതാവ് വലിയ സ്റ്റമ്പും ബാറ്റും എല്ലാം നെല്ല് പുഴുങ്ങാൻ ഉപയോഗിച്ചുകൊണ്ട് എന്റെ ക്രിക്കറ്റ് കളി അന്നേ അവസാനിച്ചു. All I knew was cricket, and he took it to do something else. അങ്ങനെ 30 വർഷം ശേഷമാണ് കഴിഞ്ഞ വർഷം പിക്നിക്കിൽ ഒന്ന് ക്രിക്കറ്റ് കളിക്കാൻ അവസരം ഉണ്ടായത്. After 30 years, the last week I was able to play cricket there. ഞാൻ പറഞ്ഞു വന്ന സാഹചര്യം ഈ ബഹളം ഉണ്ടല്ലോ, ഇതൊക്കെ ഒരു ആവേശമാണ്. All these things, that is just kind of inspiration. ഈ ലോകത്തിന്റെ ഗെയിം ഒക്കെ കളിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ വായിന്ന് വരുന്ന ഒച്ച അതിഭീകരമാണ്. Hallelujah. As the games is going on, the sounds that are produced, that is so loud. അതിന്റെ ഒരു ദശാംശമെങ്കിലും സഭയിലോട്ട് കൊണ്ടുവന്നിട്ട്. If you bring a tenth of that to the church. Hallelujah. ചെവിയിലോട്ട് അങ്ങോട്ട് ഇയർഫോൺ അല്ലെങ്കിൽ ഹെഡ്ഫോൺ ഒക്കെ വെച്ചിട്ട് after having the headphone, ഗെയിം കളിക്കുമ്പോൾ ഒരു ഒച്ചയുണ്ടല്ലോ, സുഹൃത്തുക്കളോട് സംസാരിക്കുന്ന. Hallelujah, there is a sound that comes as you play the video games. വല്ലതും സംഭവിച്ചിട്ട് നിലവിളിക്കുവാണോ? And I wonder, is something going on there? അതിന്റെ ഒരു 10% ചോദിക്കുന്നുള്ളേ. I will ask you only a tenth of that. ആരാധന സ്വാതന്ത്ര്യത്തോടെ ദൈവത്തെ ആരാധിക്കണം. Oh, worship God in the spirit of freedom of the spirit. മനസ്സ് മടുക്കാത്ത, ഹൃദയം മടുക്കാത്ത, മടുപ്പില്ലാത്ത ഒരു ആരാധന സ്വാതന്ത്ര്യം ആലയത്തിൽ ദൈവം തന്നിട്ടുണ്ട്. Oh, God has given us a freedom in this church to worship Him without having
showing any kindness. ദൈവമക്കളുടെ പാട്ടിനും പ്രാർത്ഥനയ്ക്കും പരിധിയും പരിമിതിയില്ല. Hallelujah. There is no limit to your prayers and songs of the children of God. ചിലപ്പോ സമയം 2 മണിക്കൂറായിരിക്കാം. Maybe time is 2 hours. അല്ലല്ലേ അതങ്ങ് വലിച്ചു നീട്ടി ചെയ്യണമെന്നൊന്നുമില്ലല്ലോ. I don't have to say to stretch it out. ഒന്നേ കൈയടിക്കാൻ പറ്റിയുള്ളെങ്കിലും Or even you have to clap. സർവശക്തിയോടെ സർവ ബഹുമാനത്തോടെ സകല സ്തുതിയോടെ സകല സ്തോത്രത്തോടെ ഇന്ന് പകൽ അത്യുന്നതനെ ആരാധിപ്പാൻ ദൈവം തന്റെ ജനത്തിന് കൃപ തരുമാറാകട്ടെ. Oh, with all the might, with all the strength, with all the power, let the people of God praise God. പരിശുദ്ധാത്മാവിൽ നിങ്ങളോട് സംസാരിക്കട്ടെ. Oh, let me say in the spirit. ആലയം മുഴങ്ങുമാറ് കൈയടിച്ചവരൊക്കെ മൗനമായി പോയൊരു കാലഘട്ടം. Hallelujah. This is a time when there is people are not clapping the hands. ഉച്ചത്തിൽ അലറിക്കീറി പ്രാർത്ഥിച്ചവർ മൗനമായ ഒരു കാലഘട്ടം. Oh, this is a time when people are not praying loudly anymore. ആത്മാവിലെ സ്വാതന്ത്ര്യം ആലയത്തിൽ മടങ്ങി വരട്ടെ. Oh, let the freedom in the spirit come back to the sanctuary. നഷ്ടപ്പെട്ടു പോയ തേജസ് ഇന്ന് പകൽക്കാലം ആലയത്തിൽ മടങ്ങി വരട്ടെ. Oh, let all the things that are lost, let it be restored in the sanctuary. കൃപകൾ മടങ്ങി വരട്ടെ. Let all the churches that are lost come back. ദൈവത്തിന്റെ ഉത്സാഹം മടങ്ങി വരട്ടെ. Let the inspiration come back. ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. Where there is spirit, there is freedom. ഹല്ലേലൂയ ഹല്ലേലൂയ. നാലാമത് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് Fourth reason God has called us. 2 തെസ്സലോനി 2 അധ്യായത്തിന്റെ 14 വാക്യം. 2 Thessalonians chapter 2 God verse. called us to obtain the glory of Jesus Christ. ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. And God called us to obtain the glory of Jesus Christ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. Hallelujah. We are called by the gospel to obtain the glory of Jesus Christ. ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനായി എന്നെ വിളിച്ചത് എന്ന് പറയുമ്പോൾ And when it says that to receive the glory of Jesus Christ, we are എന്താണ് called. ക്രിസ്തുവിന്റെ മഹത്വം എന്ന് നാം അറിയണം. We need to understand what is the glory of Jesus. മറുവമലയിൽ വെളിപ്പെട്ട് കിട്ടിയ ആ മഹത്വത്തെ കുറിച്ച് പിന്നീട് പത്രോസ് എഴുതി. And Peter is writing down later on about this transfiguration mount experience. 2 പത്രോസ് 1:16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. 2 Peter chapter 1 16 through 18. നിങ്ങൾ അങ്ങോട്ട് ആ സ്ക്രീനിലോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് വ്യക്തമായി അറിയാം എന്തായിരുന്നു ആ മഹത്വം എന്ന്. And when you look at the screen, you will understand what is that glory. ഞങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിച്ചത് നിർമ്മിത കഥകളെ പോലെയല്ല, മറിച്ച് യേശുവിന്റെ മഹിമ നേരിട്ട് കണ്ട സാക്ഷികളായിട്ടാണ് പറഞ്ഞത്. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള പ്രഖ്യാപനം അതിശ്രേഷ്ഠ തേജസ്സിൽ നിന്ന് വന്നപ്പോൾ പിതാവായ ദൈവത്താൽ അവൻ അല്ലെങ്കിൽ യേശുവിന് മഹത്വവും തേജസ്സും ലഭിച്ചു. We were not telling you all kinds of made up stories, but when we made known unto you the power of coming of Lord Jesus Christ, we were eyewitnesses of his majesty, for he received from God the Father honor and glory. Well, such a voice came to him saying that this is my beloved son and I am well pleased. ഇവിടെ പത്രോസ് വിശദീകരിക്കുകയാണ് ഞങ്ങൾക്ക് മനസ്സിലായ ക്രിസ്തുവിന്റെ മഹത്വം തേജസ് എന്താണെന്ന്. And Peter is explaining here what is this glory that we understood. പത്രോസ് പറയുന്നു ഞങ്ങൾ അല്ലെങ്കിൽ പത്രോസ് യാക്കോബ് യോഹന്നാൻ ഞങ്ങൾ 3 പേർ യേശുവിനോട് കൂടെ വിശുദ്ധ പർവ്വതത്തിൽ അല്ലെങ്കിൽ മറുവമലയിൽ ഇരുന്ന ഒരു സമയമുണ്ട്. And Peter is explaining that me, Peter, James and John, we were sitting with Jesus for the transfiguration mount. പ്രഖ്യാപനം, ഒരു ശബ്ദം, ഒരു ഡിക്ലറേഷൻ ഉണ്ടായി. But there was a proclamation from heaven at the time. ആ ഡിക്ലറേഷനോട് കൂടിയാണ് ഞങ്ങൾക്ക് മനസ്സിലായത് യേശുവിന്റെ മഹത്വം എന്താണെന്ന്. And with that declaration we understood what is the glory of Jesus Christ. നമ്മൾ അതിനെ അല്പം ലഘൂകരിച്ച് അവന്റെ വസ്ത്രം വെള്ളി ഭൂമിയിൽ ഒരു അലക്കുകാരനും അലക്കിയാൽ വെളുക്കാത്തതുപോലെയും മുഖം വിളങ്ങി എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ യേശുവിന്റെ ഒറിജിനൽ രൂപമാണ് ദൈവമക്കളെ. We talk about his garment and how his garment was white and everything. That's how we explain up that experience. ഇവിടെ പറയുന്നുണ്ട് ആ പ്രഖ്യാപനത്തിൽ കൂടെ യേശുവിന് ലഭിച്ച മഹത്വം എന്തായിരുന്നു. And here it is written with that proclamation what is the glory Jesus received. എന്താണ് യേശുവിന്റെ മഹത്വം? What is the glory of Jesus? 2 കാര്യങ്ങളാണ് അവിടെ അംഗീകരിക്കപ്പെട്ടത്, അറ്റസ്റ്റ് ചെയ്തത്, അപ്രൂവ് ഉണ്ടായത്. And there were 2 things attested over there. ഒന്ന്, ഇവൻ എന്റെ പ്രിയപുത്രൻ. And first, he is my beloved son. 2, ഞാൻ ഇവങ്കൽ പ്രസാദിച്ചിരിക്കുന്നു. Second, I am well pleased with him. മക്കളെ ഇതാ യേശുക്രിസ്തുവിന്റെ മഹത്വം, അതാ നമ്മുടെ മഹത്വമായി മാറുന്നത്. And this is the glory of Jesus Christ, and that should be our glory. This is the exact approval Jesus received when he was on the top of the mountain. Hallelujah. The same approval and attestation we need from the Lord. ദൈവത്തിൽ നിന്ന് നമുക്ക് ഈ അംഗീകാരം കിട്ടണം. And we also need the same approval from the Lord. യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാൻ നമ്മളെ വിളിച്ചു എന്ന് പറയുമ്പോൾ, and when we are called to receive the glory of Jesus Christ, നമുക്ക് ലഭിച്ച ഒന്നാമത്തെ അംഗീകാരം, and the first approval we received, ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിച്ച് നമ്മെ അംഗീകരിച്ചു. Oh, we have been called as the sons of God, and we have been called. ദൈവപുത്രനായ യേശു ഏകജാതനായിരുന്നവൻ, and Jesus Christ, who was the only begotten, യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തോടു കൂടി ആദ്യജാതനായി മാറിയപ്പോൾ, and because of Jesus Christ's death on the cross, he became the firstborn. ഏകജാതൻ ആദ്യജാതനായി മാറിയപ്പോൾ, the only begotten became the firstborn. സഹോദരങ്ങൾ ഉണ്ടായി ക്രൂശിൽ കൂടെ. Oh, because
the firstborn had brothers upon the cross. അങ്ങനെ നാം അലളിയ യേശുവിന്റെ അലളിയ സഹോദരങ്ങളായി മാറി. Oh, we became the brothers of Jesus Christ. മണ്ണുകൊണ്ട് നിർമ്മിച്ച മനുഷ്യനെ മകനെ എന്ന് വിളിച്ചാദരിച്ച ദൈവത്തിന്റെ സ്നേഹം അവിടെ പ്രദർശിക്കപ്പെട്ടു. Oh, we who were created with the dirt, we were called the sons, and the glory of God was നമുക്ക് revealed. ലഭിച്ച ഒന്നാമത്തെ മഹത്വം ദൈവമക്കൾ പുത്രന്മാർ പുത്രിമാർ എന്ന മഹത്വമാണ്. Oh, the first glory we received is now we are the beloved children of God. ഹല്ലേലൂയ. എത്ര പറഞ്ഞാലും എനിക്ക് മതി വരത്തില്ല. Oh, I can explain more. ആൺമീണ്ടാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. Behold, what manner of love God has extended that we are called the children of God. ഹല്ലേലൂയ. ഇന്ന് പകൽ ഇവിടെ ആരാധനയുടെ സ്വരം മുഴങ്ങട്ടെ. Oh, let the sounds of worship proclaim here. ദൈവത്തിന്റെ ഹൃദയത്തിനകത്ത് സ്വന്തം ദൈവ പൈതല. Oh, we are children who are in the heart of God. നാം രാവിലെ ഇവിടെ കേട്ട വചനത്തിൽ കൂടെ Oh, from the word we heard this morning. ദൈവത്തിന് ഇവിടെ കൊച്ചുമക്കളൊന്നുമില്ല. Oh, God does not have grandchildren. ദൈവത്തിന് പ്രിയ മക്കളാ ഉള്ളത്. God only has children. ദൈവത്തിന്റെ ഹൃദയത്തിനകത്ത് സൂക്ഷിച്ചിരിക്കുന്ന സ്വന്തം മക്കളായ നാം എത്രമാത്രം ദൈവത്തെ മതിമറന്ന് ആരാധിക്കണം. Oh, we who are treasured, the children of God in the heart of God, how much more should we worship God? പെട്ടകം കണ്ടാൽ കാലുകൾ ചലിക്കുന്ന ദാവീദിനേക്കാൾ, Oh, more than the dancing of David. കിന്നരം കണ്ടാൽ കൈകൾ തുടിക്കുന്ന ദാവീദിനേക്കാൾ, Oh, more than the instruments that he played, David. ആത്മാവിൽ ഇന്ന് പകൽക്കാലം തുള്ളാനും ആത്മാവിൽ തുടിക്കുവാനും വിധിക്കപ്പെട്ടവരാ നാം. Oh, we have been called to sing and dance in the Spirit. ഇന്ന് പകൽ ഈ സഭായോഗം തീരുന്നതിന് മുമ്പ് Before this worship service ends. സ്വർഗം ആഗ്രഹിക്കുന്ന ഈ മഹത്വം ദൈവത്തിന് കൊടുത്തേ മതിയാകൂ. Oh, whatever the glory is due unto heaven, we need to give the glory. ഹല്ലേലൂയ. Hallelujah. കാരണം നമ്മുടെ വിളി ലോകസ്ഥാപനത്തിന് മുമ്പുള്ള വിളിയാ. Because our calling was before the foundation of the world. അതുകൊണ്ട് കാൽവറിയിൽ യേശു നേടിയെടുത്ത എല്ലാ വിജയത്തിനും നാം അവകാശികളാണ്. Therefore, we are partakers of all the victories of Jesus on the മക്കൾ എന്ന cross. പദവി ഉള്ളതുകൊണ്ട് Because we are children. അതുകൊണ്ട് ഓരോ പ്രതിസന്ധി വരുമ്പോഴും ഞങ്ങളെ ജയിപ്പിക്കണമെന്ന് കരയൊന്നും വേണ്ട. Therefore, when you have storms in your life, don't say that, വിശ്വാസത്താൽ ആ ജയം അവകാശമാക്കി നടന്നു കയറിയാൽ മതി. oh, by faith you go into the victory. ആരെല്ലാം ശപിച്ചാലും, No matter who curses you, ആരെല്ലാം തള്ളിയാലും, no one who rejects you. ഇന്ന് പകൽക്കാലം അറിയണം ദൈവം എന്നെ വിളിച്ചതാണെന്ന്. This morning, you need to know you God നാം called വായിച്ച you. കുറുവാക്യം 4 സംഘത്തിന് 3 വാക്യം. And Psalm number 4, verse 3. യഹോവ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നുവെന്ന് അറിയണം. Hallelujah. You should know that God has set apart a godly person. അവസാനിപ്പിക്കാൻ പോകുന്ന ഒടുവിലായി Hallelujah. At the end, ദൈവം എന്തിനാ നമ്മെ വിളിച്ചത്? why did God call us? ആറാമതായി നമ്മുടെ മേലുള്ള വിളിയുടെ ഹല്ലേലൂയ ആ വലിപ്പം അറിയണം. Oh, we have to understand what is the sixth 1 reason. തെസ്സലോനി 5:24 വാക്യം. 1 Thessalonians 5:24. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവൻ അത് നിവർത്തിക്കും. Faithful is he that calleth you, and he will fulfill it. എന്തിനാ വിളിച്ചതെന്ന് അറിയണം. And we have to know why he's called. എന്തിനാ എന്നെ വിശ്വസ്തനായ ദൈവം വിളിച്ചതെന്ന് അറിയണം. Why the faithful God called me? അതറിയണമെങ്കിൽ 5:23 വാക്യം വായിക്കണം. Read 5 verse 1 23. തെസ്സലോനി 5:23. 1 Thessalonians 5:23. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും നിങ്ങളുടെ പ്രാണനും നിങ്ങളുടെ ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടും തക്കവണ്ണം കാക്കപ്പെടുമാറാകട്ടെ. അങ്ങനെ നിങ്ങളെ വിളിച്ചവൻ വിശ്വസ്തനാകുന്നു, അവൻ അത് നിവർത്തിക്കും. Hallelujah. The God of peace sanctify you wholly, and pray that the whole spirit and soul of the God be preserved blameless unto the coming, and he is the one who called you. എന്തിനാ ദൈവം നമ്മെ വിളിച്ചത്? Why did God call us? ആത്യന്തിക ലക്ഷ്യം One purpose. നമ്മുടെ ആത്മാവും നമ്മുടെ പ്രാണനും ദേഹവും അനന്യമായി ദൈവസന്നിധിയിൽ കാക്കപ്പെടുന്ന ഒരു ദിവസമുണ്ട്. And there is a day when our spirit, soul, and body is going to be ആ protected. ദിവസം യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയുടെ ദിവസമാണ്. And that is the time of appearance of Jesus അത് Christ. വെളിപ്പെടാൻ പോകുന്നതിന് വേണ്ടി വിശ്വസ്തനായ ദൈവം എന്നെ വിളിച്ചിരിക്കുന്നു. And to reveal that the faithful God has called അതുകൊണ്ടാണ് me. ഞങ്ങളുടെ വിളിയുടെ ആത്യന്തിക ലക്ഷ്യം And therefore the main purpose of our calling അങ്ങേക്കരയിൽ on the other shore. തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടെ നിൽക്കുന്ന ഒരു വിളിയാണ് ഞങ്ങളുടെ മേലുള്ളത്. Oh, the calling upon our life is to have a glorified body. കല്ലറയ്ക്കപ്പുറത്ത് ചലിക്കുന്ന ഒരു ജീവിതത്തിന്റെ ഉടമസ്ഥരാക്കി ഞങ്ങളെ വിളിച്ചിരിക്കുന്നു. We are going to be partakers of a life that is going to be beyond the grave. സ്വർഗ്ഗത്തിൽ യേശുവിനുള്ള മഹത്വത്തിന്റെ അവകാശികളായി ഞങ്ങളെ വിളിച്ചിരിക്കുന്നു. We are going to be partakers of the glory of Jesus Christ. അതിനുവേണ്ടിയുള്ള തിടുക്കമേറിയ യാത്രയിലാണ് ദൈവമക്കളെ നാം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. Oh, that's why we are anxiously moving forward. ഇന്ന് പകൽക്കാലം നമ്മുടെ വിളിയെ നാം ഉറപ്പാക്കണം. Oh, therefore be sure about your calling. നമ്മുടെ വിളിയെ കുറിച്ച് നമുക്ക് നല്ല ധൈര്യം ഉണ്ടായിരിക്കണം. We have to have great assurance our election. വേർപാട് എന്നത് അടുത്ത ആഴ്ച നാം ചിന്തിക്കുന്നതായിരിക്കും. Oh, we are talking about separation next week. യഹോവ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നുവെന്ന് നാം അറിയണം. Oh, we have to understand God has set apart. കർത്താവിനെ സ്തുതിക്കാൻ പോകുകയാണ്. We're going to sing for God. പാട്ടല്ലേ സുപരിചിതമായ പാട്ടാണ്. It is a familiar song. നമുക്ക് ദിവസത്തിൽ എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാമല്ലോ. ദിവ്യ തേജസ്സിനായി വിളിക്കപ്പെട്ടവരാണ് നാം. We have been called for the glory. ദൈവഹിതം എന്തെന്ന് തിരിച്ചറിഞ്ഞു വേണം ഇവിടെ ജീവിക്കുവാൻ. And we didn't know what is the will of God. ഭക്തന്മാർ പാട്ട് പാടുമ്പോൾ കരങ്ങളെ അടിച്ച് നേരത്തെ ഓർപ്പിച്ചതുപോലെ എല്ലാ റെസ്ട്രിക്ഷനും മാറണം. Hallelujah. Take away all the restrictions. Clap your കരങ്ങളൊക്കെ hands അടിച്ച് ആത്മാവിൽ കർത്താവിന് സ്തോത്രം ചെയ്യണം. and worship God in the Spirit. ഹല്ലേലൂയ ഹല്ലേലൂയ.
Thank you, Holy Spirit. Thank you, Holy Spirit. Prepare their people to worship the Lord with the freedom of spirit. Hallelujah.